നമ്മളിനി നേരെ കൊല്ലത്തേക്കാണ്. കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി MG രേണുക ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് രേണുക, ഗുഡ് മോർണിംഗ്. കൊല്ലംകാരിയാണ്, സ്വന്തം നാട്ടിൽ ഇതാ ഐ ലവ് ഇതാ കൊല്ലമാണോ ബാക്കിൽ എഴുതിയിരിക്കുന്നത്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്തായാലും കൊല്ലത്താണ് ഉള്ളത്. കൊല്ലത്തെ വിശേഷങ്ങൾ എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയാണ്? അതെ അതെ ഭവ്യ, ഞാൻ കൊല്ലത്താണുള്ളത്. കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നോക്കൂ, ഇത് കൊല്ലമെന്നല്ല, ഐ ലവ് വി പാർക്ക് എന്നാണ്. വി പാർക്ക് കൊല്ലത്തെ ഒരു പ്രധാനപ്പെട്ട പാർക്കിന്റെ മുൻവശത്താണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസാണ് തൊട്ടടുത്ത് കാണുന്നത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാർക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ നല്ല തണുത്ത കാലാവസ്ഥയാണ്. നമുക്കറിയാം ഡിറ്റ്വയുടെ ഭീഷണിയൊക്കെ ഒഴിഞ്ഞു. പക്ഷെ അതിന്റെ ഡിറ്റ്വ തന്ന തണുപ്പിൽ ഇപ്പോഴും കൊല്ലം ഇങ്ങനെ കുളിർന്ന് കിടക്കുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ തെരഞ്ഞെടുപ്പ് ചൂട് അതിന്റെ ഉച്ചസ്ഥായിലാണ്. നമുക്കറിയാം തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ ഞങ്ങൾ വലിയ ആവേശത്തോടു കൂടിയാണ് കാണാറുള്ളത്. ഒരു ഇടതു കോട്ട എന്ന് പറയുന്ന ഇടമാണ് കൊല്ലം. നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെ 1698 സ്ഥാനാർത്ഥികളെയാണ് നമുക്ക് തെരഞ്ഞെടുക്കാനുള്ളത്. പ്രതിനിധികളെയാണ് കൊല്ലത്തിന് തെരഞ്ഞെടുക്കാനുള്ളത്. ഇപ്പോ കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. കോർപ്പറേഷൻ രൂപീകരിച്ച അന്ന് മുതൽ ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷനാണ് കൊല്ലം കോർപ്പറേഷൻ എന്നൊരു പ്രത്യേകതയുണ്ട്. മാത്രവുമല്ല 11 ബ്ലോക്കുകളിൽ 10 ബ്ലോക്കും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. 4 നഗരസഭകളിൽ 3 ഇടതുപക്ഷം ഭരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നു. അങ്ങനെ ഇടതാധിപത്യമുള്ള കൊല്ലമാണ്, ചുമന്ന് തുടുത്തിരിക്കുന്ന കൊല്ലമാണ് ഞങ്ങളുടെ കൊല്ലം. അപ്പോ ആ കൊല്ലത്ത് അഭിമാന പ്രശ്നമാണ് UDFനെ സംബന്ധിച്ച്. കോർപ്പറേഷൻ പിടിക്കുക എന്നത് അവരുടെ ഒരു അഭിമാന പ്രശ്നമാണ്. അതിനോടുള്ള അങ്ങനെയുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നതാണ്. ഈ തണുപ്പത്തും നല്ല തെരഞ്ഞെടുപ്പ് ചൂട് തന്നെയാണ്. ഇപ്പോൾ ഈ വി പാർക്കിനെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുകയും രാവിലെ നടക്കുന്നതൊക്കെ സ്ഥലമാണ്. അപ്പോ ഇവിടെയാണ് രാവിലെ തന്നെ തെരഞ്ഞെടുപ്പ് ചർച്ചകളും ചൂടേറുന്ന ഒരു ഇടം. നമുക്കൊപ്പം കുറച്ച് ആളുകൾ സ്ഥിരമായി ഇവിടെ എത്തുന്നവരൊക്കെ ചേരുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയാണ് കൊല്ലത്ത് എന്നത് ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ? നല്ല ചൂടിലാണ്. തെരഞ്ഞെടുപ്പ് ഏറ്റവും നല്ല അതിന്റെ മനോഹരമായ ഒരു ദൃശ്യത്തിലാണ്. ഇനി ഒരു 10 ദിവസം മാത്രമേ ഉള്ളൂ. അടുത്ത 7-ാം തീയതി കൊട്ടിക്കലാശവും 9-ാം തീയതി ഇലക്ഷനുമാണ്. വളരെ നല്ല ഒരു ഇതാണ്. അതെ, അപ്പോ കൊല്ലത്തിനെ സംബന്ധിച്ച് സസ്പെൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് സാധാരണയുള്ള അവസ്ഥ. മറ്റുള്ള ഒരു തുടർച്ചയാണ് എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷന്റെ ഒക്കെ തുടങ്ങിയാലും ഇടത് മാത്രം ഭരിക്കുന്ന ഒരു ഇതാണ്. ഇത്തവണ എന്തെങ്കിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ കൊല്ലം? 100% ഈ പ്രാവശ്യം മാറും. ജനം അതിനുവേണ്ടി, നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ കോർപ്പറേഷൻ വളരെ ഇതായിട്ട് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് 5 വർഷം മുനിസിപ്പാലിറ്റി, അങ്ങനെ 30 വർഷത്തിൽ ഈ നാട്ടിൽ ഒരു വികസനവും തന്നെ വന്നിട്ടില്ല. ഈ നമ്മൾ നിൽക്കുന്ന ഈ വി പാർക്ക് പോലും UDF ഗവൺമെന്റിന്റെ കാലത്തുണ്ടാക്കിയതാണ്. ഇവിടെ ഇപ്പൊ ഈ കടകളുടെ പ്രശ്നമാണ്. ഒരു 20, ഇപ്പൊ മീനും പച്ചക്കറി ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും ഇവിടെ 20-ലധികം ഷോപ്പുകളുണ്ട്. ഇത് ചെയ്തത് ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിസഭയിൽ, UDF മന്ത്രിസഭ, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഇബ്രാഹിം കുഞ്ഞ് ചെയ്ത, വലിയ ഇബ്രാഹിം കുട്ടിക്ക് കൊടുത്ത് ചെയ്ത ഒരു മേൽപ്പാലമാണ്. ഇതിന്റെ അടിയിലാണ് ഈ ഇത്രയും സംഭവങ്ങൾ, അതായത് ദീർഘവീക്ഷണത്തോടെ ആ ഭരണാധികാരികൾ ചെയ്തത്. ഇതേപോലെ ഇവിടുത്തെ കോർപ്പറേഷൻ ഒരു വൻമതിൽ, ചൈനയുടെ വൻമതിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അവിടെ യാതൊരു കാരണവശാലും കൊല്ലം ചിന്നക്കട ഇല്ലാതായി, കൊല്ലം മാർക്കറ്റ് ഇല്ലാതായി, ചിന്നക്കട ഇല്ലാതായി. ഇപ്പം നമ്മളൊരു പൊളിറ്റിക്സ് ഉള്ള ആളാണോ? ആക്റ്റീവ് പൊളിറ്റിക്സ്? ഞാനൊരു പൊളിറ്റിക്സ് ഉള്ള ആളാണ്. UDF സംവിധാനത്തിൽ നിൽക്കുന്ന ആളാണ്. പക്ഷെ ജനം ഈ കൊല്ലം മാറും, ഈ കൊല്ലം തന്നെ അത് മാറും. അപ്പോ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ഇത്തവണ ഒരു മാറ്റത്തിന് വേണ്ടി കൊല്ലം വോട്ട് ചെയ്യുമെന്ന്. എന്താ സാഹചര്യം? അങ്ങനെ ഒരു ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു മാറി മാറി വരട്ടെ. ഭരണം ഒരാളുടെ കയ്യിൽ മാത്രം എന്ത് കഴിഞ്ഞാലേ അഴിമതിക്ക് കൂട്ടി നിൽക്കുന്ന ജനങ്ങളാണെന്നൊക്കെ തോന്നലുണ്ടാവും. അതുകൊണ്ട് മാറി മാറി വരട്ടെ, ഭരണം മാറണം. അതൊക്കെ പോട്ടെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ അത് ന്യൂസ് 18 കാലത്തെ ചായയുടെ കാര്യമൊക്കെ പറയുന്ന പ്രത്യേകമാണോ? ആണോ? നമ്മളെല്ലാവരും ചെയ്യുമോ? അല്ല, ആ മുഖം കണ്ടിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ വൈകുന്നേരത്തെ പ്രോഗ്രാം ഒക്കെ. അപ്പോ എങ്ങനെയാ ഇവിടുത്തെ കൊല്ലത്തെ സാഹചര്യം എങ്ങനെയാ? വളരെ ഉയർന്ന ഒരു സാഹചര്യമാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ ഇലക്ഷൻ വളരെയധികം സമാധാനത്തോടുകൂടി നടക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണ ആവേശമൊക്കെ ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നടക്കട്ടെ ഇലക്ഷൻ. ഇടതുകോട്ട മാറി ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭരണത്തിൽ യാതൊന്നും നടക്കുന്നില്ല. സകലമാന റോഡുകളും പൊളിഞ്ഞ് നാശമായിട്ട് നടന്നു പോകാൻ നിവൃത്തിയില്ല. പിന്നെ വാഹനങ്ങൾ എങ്ങനെ പോകും? പിന്നെ ചവർ വേസ്റ്റ് കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. എല്ലാ റോഡും വേസ്റ്റാ. ഓരോയിടത്തും കാല് വെക്കാൻ നിവൃത്തിയില്ല. ഇത് പിന്നെ എന്തൊരു ഭരണമാ? ഇത് നല്ല ഭരണമെന്ന് പറയാൻ പറ്റുമോ ഇതിന്?
നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നോ? ഇപ്പൊ ഈ ഇടയ്ക്ക് അപവാദങ്ങളാ വരുന്ന. ഭഗവാനെ കട്ടുകൊണ്ടുപോയി, ഭഗവാന്റെ സ്വർണം കട്ടുകൊണ്ടുപോയി, വാതിൽ കട്ടുകൊണ്ടുപോയി. എന്തെങ്കിലും പ്രയോജനമുണ്ട് പറഞ്ഞിട്ട്? ഇതൊക്കെ അവർ ഒരാൾ സ്വന്തമായിട്ട് എടുത്തോണ്ട് പോകുന്നതല്ല. ഇതൊക്കെ ഇവിടുത്തെ ഭരണക്കാരുടെ അറിവോടുകൂടിയാണ് എടുത്തോണ്ട് പോകുന്നത്, അല്ലേ? ഭരണക്കാരുടെ അറിവോടുകൂടി എടുത്തോണ്ട് പോകുന്നത്, അല്ലാതെ ആരൊക്കെ കയറി എനിക്ക് എന്ന് തുറന്ന് എടുത്തോണ്ട് പോകാനൊന്നും പറ്റത്തില്ല. അവിടെ അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇവിടെ ചർച്ച. ഇങ്ങനെ പ്രധാനമായിട്ടും ഈ സംസ്ഥാന തലത്തിലൊക്കെ ഉയർന്നു കേൾക്കുന്ന വിഷയങ്ങൾ തന്നെയാണോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയായി വരുന്നത്? അത് തന്നെ ഇവിടെ മാക്സിമം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. എല്ലാ ഒരു മാറ്റം ഇവിടെ ആവശ്യമാണ്. മാറ്റം വന്നല്ലേ പറ്റും. മാറി മാറി ജനങ്ങൾ കുഴഞ്ഞില്ല ഒരുപാട്. ഇനിയിപ്പോ എന്തായാലും ഒരു മാറ്റം അത്യാവശ്യം തന്നെയാണ് കൊല്ലത്തിന്. അപ്പോ ഒരു മാറ്റം അത്യാവശ്യം എന്ന് പറയുന്നു. പക്ഷേ ഇവരൊക്കെ ആക്റ്റീവായിട്ട് പൊളിറ്റിക്സിൽ ഉള്ളവർ കൂടിയാണ്. നമ്മൾ ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്നവരാണ്. അപ്പോൾ അവർക്ക് പൊളിറ്റിക്സ് ഉണ്ട്, പക്ഷെ ഒരു മാറ്റം അനിവാര്യമാണെന്ന് പറയുന്നു. ആ മാറ്റം അനിവാര്യം എന്ന് പറയുന്നവരിലാണ് UDF-ന്റെ പ്രതീക്ഷ ഇരിക്കുന്നത്. ഒപ്പം തന്നെ BJP-യും പ്രതീക്ഷ വെക്കുന്നുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്നതാണ് BJP-യുടെ പ്രതീക്ഷ. നമുക്കറിയാം, സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നവരെയൊക്കെ ഇവിടെ ആണ് കൊണ്ടുവരുന്നത്, കൊല്ലത്താണ് കൊണ്ടുവരുന്നത്, കൊല്ലം വിജിലൻസ് കോടതിയിലാണ് കൊണ്ടുവരുന്നത്. അപ്പോ അവര് പ്രതികരിക്കുന്നില്ല. അപ്പോ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കൊല്ലം കാണുന്നുണ്ട് ഈ സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നത് എന്നത്. പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, ശബരിമലയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങൾ കൊല്ലത്ത് പ്രതിഫലിക്കും എന്നതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് BJP അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. UDF-ഉം അത്തരം ഒരു സാഹചര്യം അനുകൂലമാകുമെന്ന് പറയുന്നുണ്ട്. ഈ തുടർച്ചയായി കോർപ്പറേഷൻ ഭരണം ഇടതുപക്ഷത്തിന്റെ കൈവശമായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ്. മാത്രവുമല്ല, സംസ്ഥാനത്ത് ഉണ്ടാകുന്ന തുടർഭരണത്തിന്റെ അതിന് അനുകൂലമായി ഉണ്ടാകുന്ന ഒരു ഭരണവിരുദ്ധ വികാരവും തങ്ങൾക്ക് അനുകൂലം ആകും എന്നതാണ് UDF-ന്റെ പ്രതീക്ഷ. എന്തായാലും 9-ാം തീയതി 1-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അപ്പോ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിലാണ് എന്ന് തന്നെ പറയാം. ഇനി കൊല്ലം മാറി ചിന്തിക്കുമോ ഇത്തവണ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷേ അതിനുള്ള സാധ്യതകൾ കുറവാണ് എന്നതാണ് ഈ ഇടത് അനുകൂലികൾ പറയുന്നത്, ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ പറയുന്നത്, അവർക്കൊപ്പമുള്ളവർ പറയുന്നത്, ഇടത് സ്ഥാനാർത്ഥികൾ പറയുന്നത്. നമ്മൾ ഇന്നലെ ഞാനിവിടെ എത്തി അത്യാവശ്യം ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ വളരെ വലിയ ആത്മവിശ്വാസമാണുള്ളത്. ആരൊക്കെ മാറി ചിന്തിച്ചാലും കൊല്ലം മാറില്ല, കൊല്ലം ചുമന്നു തന്നെ ഇരിക്കും എന്നതാണ് ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം. അതേസമയം തുടർച്ചയായുള്ള ഭരണമുണ്ടാക്കിയ ഭരണവിരുദ്ധ വികാരത്തിൽ ഇത്തവണ മാറി ചിന്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ മറ്റ് മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വളരെ സജീവമാണ്. ഭവ്യ.